മഹാന്മാരുടെ ഇൽമിന്റെ ബർക്കത്ത് വലിയ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളം പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ നമ്മളെ ബുദ്ധിക്ക് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ അതിനെ വളരെ സരസമായി എളുപ്പമായി മനസ്സിലാക്കി തരിക. ഇതാണ് അള്ളാഹ് മഹാന്മാർക്ക് കൊടുത്ത ഇൽമിന്റെ ബർക്കത്ത്. അള്ളാഹ് ആ ബർക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗലാന പറയുമായിരുന്നു, ഒരു 1.5 വയസ്സുള്ള കുട്ടി അവൻ വീടിന്റെ മുറ്റത്ത് നിൽക്കുക. അവന്റെ മുമ്പിൽ ഒരു വലിയ പടിയുണ്ട്, 24 പടി, സ്റ്റെയർ കേസ്, ഏണിപ്പടി. വാപ്പ ടെറസിന്റെ മുകളിൽ നിൽക്കുക, 2ാമത്തെ നിലയിൽ. വാപ്പ അവിടെ നിന്നുകൊണ്ട് മോനെടുത്ത് പറഞ്ഞു, വാ മോനെ എന്ന് വിളിച്ചു. അപ്പൊ ഇവൻ ഈ 1.5 വയസ്സുള്ള മോൻ വാപ്പാ എന്നും വിളിച്ചുകൊണ്ട് പതുക്കെ ആ പടിയിൽ 1ാമത്തെ പടിയിൽ കാലെടുത്ത് വെച്ച്. എത്രാമത്തെ പടിയിൽ? വാപ്പ പറഞ്ഞു, വാടാ വാടാ മിടുക്കൻ മിടുക്കൻ, വാ വാ കയറി വാന്ന് പറഞ്ഞു. 2ാമത്തെ പടിയിൽ കാലെടുത്ത് വെച്ച്. അപ്പോഴും വാപ്പ പറഞ്ഞു, കയറി വാ കയറി വാ, വാ മിടുക്കൻ വാ മിടുക്കൻ. ഇവൻ വാപ്പായെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ കയറുക. 3ാമത്തെ പടിയിൽ കാലെടുത്ത് വെച്ച്. ഇപ്പൊ ഈ വാപ്പ എന്ത് ചെയ്യും? പറ. വാപ്പ ഓടി മേളിൽ നിന്ന് താഴെ ഇറങ്ങി വരും. എന്താണെന്നറിയാമോ? വാപ്പാക്ക് നല്ലപോലെ ഒരു കാര്യം അറിയാം, ഇനി ഇവൻ മേളിലോട്ട് കയറിയാൽ എന്താവും? മറിഞ്ഞ് താഴെ വീഴും. ഇവന് 24 പടി കയറി വാപ്പാടത്ത് എത്താനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് വാപ്പാക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കരുണയും കൃപയുമുള്ള വാപ്പ മേളി നോടി താഴെ വരും, എടുത്ത് തോളത്തിരുത്തും. മൗലാന പറയുമായിരുന്നു, പൊക്കിയെടുത്ത് മേളി കൊണ്ടുപോയി ടെറസിന്റെ മുകളിൽ മട്ടിപ്പാവിൽ നിർത്തിയിട്ട് പറയും, സബ്ബാഷ് മിടുക്കൻ, ഒറ്റയടിക്ക് മേളി കയറി വന്നു കളഞ്ഞെന്ന് പറയും. സഹോദരന്മാരെ, 10,000 വാപ്പാമാരെ ഒരുമിച്ച് കൂട്ടിയാലും അള്ളാന്റെ ഔദാര്യത്തിന്റെ അടുത്തെത്തൂല.